നമസ്കാരം. പരീക്ഷാക്കാലമാകുമ്പോൾ മിക്ക കുട്ടികളുടെയും സംശയമാണ് ഏത് വിഷയമാണ് ആദ്യം പഠിക്കേണ്ടത്. രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം പഠനം ആരംഭിക്കുമ്പോൾ ഏത് വിഷയം ആദ്യം പഠിക്കണം? അതിനെന്താ സംശയം? ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഏറ്റവും കടുപ്പമുള്ള വിഷയം തന്നെ ആദ്യം പഠിക്കണം. അങ്ങനെയല്ലേ നമ്മൾ കാലാകാലങ്ങളായി കേട്ടിരിക്കുന്നത്? എന്നാൽ ഇത് ശാസ്ത്രീയമാണോ? ഈ ഒരു അഭിപ്രായം ഏത് അധ്യാപകരോട് ചോദിച്ചാലും ഏത് മുതിർന്നവരോട് ചോദിച്ചാലും എന്താ സംശയം? വളരെ ബുദ്ധിമുട്ടേറിയ വിഷയം തന്നെ വേണം ആദ്യം പഠിക്കാൻ. കാരണം അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുമെന്നുള്ളത്. ഇവിടെയാണ് ഈ കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഈ അഭിപ്രായം ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ പലവിധ കാര്യങ്ങളിൽ നിന്ന് നിത്യജീവിതത്തിലെ പലവിധ വിഷയങ്ങളിൽ നിന്നുമാണ് പഠനം ആരംഭിക്കാനായി ഒരു സ്ഥലത്ത് പോയിരിക്കുന്നത്, പഠനം തുടങ്ങുന്നത്. ഈ സമയത്ത് നമ്മുടെ തലച്ചോറിലൂടെ പല കാര്യങ്ങളും ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും TV കണ്ടുകൊണ്ട് ഇരുന്നതിന് ശേഷം പോയി പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ആ TV യിൽ കണ്ട ധാരാളം വിഷ്വലുകൾ, ഇപ്പോൾ സിനിമയാണെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കഠിനമായൊരു വിഷയം തുറന്നു വയ്ക്കുകയാണ്. ആ വിഷയം തുറന്നു വെച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിഷയത്തിനകത്തേക്ക് അതിനകത്തേക്ക് കടക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഒരുപാട് സമയം വേണം. കഠിനമായ വിഷയവുമാണ്, അതിലേക്ക് കടക്കാനുള്ള സമയവും കൂടുതൽ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ വിഷയത്തിൽ നിന്ന് പുറത്താകും. അതിൻ്റെ പഠനം, ആ വിഷയം പഠിക്കുന്നതിൽ നമ്മൾ ഒരു മടുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്നാൽ കഠിനമായ വിഷയം പഠിക്കേണ്ട, എളുപ്പമുള്ള വിഷയം പഠിക്കാം. എന്നാൽ ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഞാനിന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ വിളിക്കാവുന്ന പേര് സാൻഡ്വിച്ച് സ്റ്റഡി എന്നാണ്. പരീക്ഷാക്കാലത്ത് പല വിഷയങ്ങൾ ഒരേ ദിവസം പഠിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് കുറേ വിഷയങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഏത് വിഷയമാണ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ളതിന് പകരം നമ്മൾ ഒരു പഠനം, കാരണം നിത്യജീവിതത്തിലെ മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും അവയെല്ലാം മുറിച്ചു മാറ്റി പുതിയൊരു വിഷയത്തിലേക്ക് കടക്കാൻ, പഠനം ശരിക്കും ആരംഭിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് പഠനത്തെ ക്രമീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മൾ ഒരു ദിവസം പഠനം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെഷനിൽ പഠനം ആരംഭിക്കുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും എളുപ്പമുള്ള വിഷയം പഠിക്കുക. അതുതന്നെ കുറേ നേരം പഠിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. പകരം ഒരു 5 മുതൽ 10 മിനിറ്റ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് ആക്സസ് കൂടുതലാണ്, വളരെ വേഗത്തിൽ നമ്മൾ ആ വിഷയത്തിൽ മുഴുകും. അങ്ങനെ മുഴുകിക്കഴിയുമ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ മുഴുകിക്കഴിയും. മറ്റു കാര്യങ്ങളെല്ലാം തലച്ചോറ് പൂർണ്ണമായിട്ടും പഠനത്തിലേക്ക് വ്യാപൃതമാകും. ഈ സമയത്ത് ഈ എളുപ്പമുള്ള വിഷയം മാറ്റിവെച്ചിട്ട് നമുക്ക് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടേറിയ വിഷയം പഠിച്ചു തുടങ്ങുക. കാരണം തലച്ചോർ ഈ സമയത്ത് വളരെ ആക്റ്റീവായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കഠിനമായ വിഷയം നമുക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും അബ്സോർവ് ചെയ്യാനാകും. ഈ സാഹചര്യത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കാഠിന്യമുള്ള വിഷയം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ബോറടിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാകാതെ വരുന്നു, ഒരു 20, 25, 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ വിരസത തോന്നുന്നു, അവിടെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എളുപ്പമുള്ള വിഷയം അല്പനേരം പഠിക്കുന്നു. ആദ്യം പഠിച്ച എളുപ്പമുള്ള വിഷയം തന്നെ ആവണമെന്നില്ല, ഇഷ്ടമുള്ള വിഷയം തന്നെ ആവണമെന്നില്ല, വേറൊരു വിഷയമാകാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, അതിലേക്ക് വീണ്ടും ഒന്ന് പോയി തിരിച്ചു വരുന്നു. ഒരു 5 10 മിനിറ്റ് വീണ്ടും പഠിക്കുന്നു, വീണ്ടും കഠിനമായ വിഷയത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ, ഒരു ബ്രെഡും ഫില്ലറും എന്നൊക്കെ പറയുന്ന പോലെ എളുപ്പമുള്ള വിഷയം ആദ്യം, പിന്നെ ഒരു കഠിനമായ വിഷയം, പിന്നെ എളുപ്പമുള്ള വിഷയം, പിന്നെ കഠിനമായ വിഷയം. ഇങ്ങനെ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറും തുടർച്ചയായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 10 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ്, ഒരു ഫ്രീ ടൈം, ഒരു വിശ്രാന്തി സമയം, ഒരു മ്യൂസിക്, നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണെങ്കിൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് നടക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഇറങ്ങി നടക്കാം. അങ്ങനെ എന്തെങ്കിലും കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യങ്ങളിലേക്ക് ഒന്ന് മനസ്സിനെ വ്യാപൃതമാക്കി ഈ ഗ്യാപ്പിലാണ്, ഈ ടൈമിലാണ് നമ്മുടെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് തലച്ചോറിൽ ഫിക്സ് ആകും, ഒന്ന് അടുക്കി വയ്ക്കാൻ ശ്രമിക്കുന്ന തലച്ചോറ്. അപ്പോൾ അതിനുള്ള ഒരു സമയം കൂടി കൊടുക്കുമ്പോൾ പഠനം കൂടുതൽ എഫക്റ്റീവ് ആകും. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു ദിവസം ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ടി വരുമ്പോൾ ആദ്യം അല്പനേരം ഏറ്റവും എളുപ്പമുള്ള വിഷയം പഠിക്കുക, പിന്നെ കഠിനമായ വിഷയത്തിലേക്ക് പോവുക, അത് കഴിഞ്ഞ് വീണ്ടും ആവശ്യമെങ്കിൽ എളുപ്പമുള്ള വിഷയത്തിലേക്ക് തിരിച്ചു വരിക. ഇങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുക. പഠനം വളരെ രസകരവും എളുപ്പവുമാകും. തലച്ചോറിൻ്റെ ശേഷി പരമാവധി നമുക്ക് പഠനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലുള്ള ശാസ്ത്രീയവും ഉപയോഗപ്രദവുമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.